ചില സന്ദർഭങ്ങളിലൊക്കെ ഒട്ടുമിക്ക അവസരങ്ങളിലും ഈ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ റിട്ടയർമെന്റിന് ശേഷവും നിലനിർത്താറുണ്ട്. ഉണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു നിരീക്ഷകൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചില കീ പോസ്റ്റിലേക്കൊക്കെയുള്ള നിയമനം വരുന്നത് ചെരുപ്പ് നക്കികളെയാണ്. സത്യമാണ്, എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. ചെരുപ്പ് നക്കികളെയാണ് രണ്ടാം ടൈം കൊടുക്കുന്നത്. ആരൊക്കെ ചീഫ് സെക്രട്ടറി ആയാലും DGP ആയാലും രണ്ടാം ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ പാദസേവ ചെയ്തിട്ടുള്ളവനാണെന്ന് ഞാൻ എഴുതിത്തരാം. അത് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞത് ആ ഒരു നിരീക്ഷണത്തിൽ വന്നതെന്ന് വെച്ചാൽ കൃത്യമായി, അതായത് കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. അപ്പോൾ ആ നിൽക്കാൻ പഠിച്ചവരെയാണ് കൂടുതലും പല സ്ഥലത്തും, അതായത് ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ മിടുക്കരായിട്ടുള്ളവരെ പല സ്ഥലത്തും നിയമിച്ചിട്ടുണ്ട്. അവർക്ക് റിട്ടയർമെന്റിന് ശേഷവും കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ടെന്നും പറയാം. ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ്? ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അടച്ച ലൂപ്പ് ഹോളുകൾ മെഴുകു വെച്ചാണ് അടച്ചത്, അത് തുറക്കണം എന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ മുരാരി ബാബുവിന്റെ കൂട്ടി ജയിലിൽ പോകും. മുരാരി ബാബു ഇതുപോലെ പഴുതടച്ചതാണ്. ചെമ്പിനെ സ്വർണത്തിനെ ചെമ്പാക്കി അതിങ്ങനെ ഓരോ തട്ടിലെഴുതി, അത് എസ് വയ്ക്കാൻ വാസു, എസ് വയ്ക്കാൻ പത്മകുമാറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അകത്തായില്ലേ? ഇതുപോലെ ഈ മുൻ ചീഫ് സെക്രട്ടറിമാർ പലരും, DGPമാർ പലരും അകത്തായനെ താഴെ മിഡിലുള്ള ഉദ്യോഗസ്ഥന് നേരെ ഫയലിൽ എഴുതാൻ അറിയാമെങ്കിൽ, എല്ലാ ഉത്തരവുകളുണ്ടെന്നേ, ഗവൺമെൻറ് ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ സുവ്യക്തമാണ്. ഒരു ഗവൺമെൻറ് ഉത്തരവ് പോലും പാഴായിട്ടുള്ളതില്ല.